ഒരു ഡീമെറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല, മോശമില്ലാത്ത സ്പേസ് എന്ന് പറയാമെങ്കിലും വലിയൊരു സ്പേസ് ഒന്നുമില്ല. ഇത് ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതിന് മൈലേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം, വീൽ ഫോർ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നത് ഹ്യുണ്ടായി ക്രെറ്റൻ്റെ റിവ്യൂ ആണ്. ഇപ്പോൾ ഹുണ്ടായി പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയിൽ കുറേ നാളായിട്ട് വിൽക്കപ്പെടുന്ന ഒരു ബ്രാൻഡാണ്, കൊറിയൻ ബ്രാൻഡാണ്. അപ്പോൾ ക്രേറ്റ എന്ന് പറയുമ്പോൾ സെഗ്മെൻറ്റിലത്തെ കിങ്ങാണ് നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രത്തോളം സെയിൽ ചെയ്യപ്പെടുന്നൊരു വാഹനമാണ് ക്രേറ്റ. അപ്പോൾ ഈ ക്രേറ്റ വരുമ്പോൾ നമുക്ക് 2021 BS6 ക്രേറ്റയാണ്. അത് ഇത് മിഡ് മോഡലാണ് വരുന്നത്, എസ് എന്ന മോഡൽ നെയിം. ഇതിൽ എഞ്ചിൻ വരുമ്പോൾ നമുക്ക് 1.5 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്, MPI എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ പവറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 113 PS പവറും 144 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ക്രേറ്റയ്ക്ക് ഉള്ളത്. അതേപോലെ തന്നെ 2021 മോഡലൊക്കെ വരുമ്പോൾ നമുക്കറിയാം കുറേ ആൾക്ക് നിരാശപ്പെടുത്തിയ ഒരു ഡിസൈനാണ് ഇത്. അതുപോലെ തന്നെ കുറേ ആൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ മോഡലൊക്കെ വരുമ്പോൾ ക്രേറ്റ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തൊരു മോഡലാണ് ഇത്. അപ്പോൾ ഈ മോഡലൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു DRL വരുന്നുണ്ട്. അത് തന്നെ ഹെഡ് ലാമ്പ് വരുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നത്, താഴെയൊരു ഫോഗ് ലാമ്പും പിന്നെ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്യുന്നത് താഴെയാണ്. പിന്നെ ഈ ഗ്രില്ലിൻ്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ഒരു ക്രോം ഫിനിഷിങ് വരുന്നുണ്ട്. അത് തന്നെ ഹുണ്ടായിൻ്റെ എംബ്ലം ഉണ്ട്. പിന്നെ അത് തന്നെ ബോണറ്റിന് ഒരു ക്യാരക്ടർ ലൈനും വരുന്നുണ്ട്, രണ്ട് സൈഡിലായിട്ട് ക്യാരക്ടർ ലൈനും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്രെറ്റേൻ്റെ സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ടയർ സൈസ് വരുന്നത് 205/65 R16 വരുന്നത്. അതായത് 16 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസ് വരുന്നത്, അലോയും കാര്യങ്ങളൊന്നും അല്ല, മിഡ് ഓപ്ഷൻ ആയതുകൊണ്ട്. പിന്നെ ബ്രേക്കിംഗ് വരുമ്പോൾ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മും വരുന്നത്. അതുതന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബോഡി കളേർഡ് മിറേഴ്സാണ് വരുന്നത്. ഇത് ഓട്ടോ ഫോൾഡിങ് കാര്യങ്ങളൊന്നും അല്ല, മാനുവലി ഫോൾഡ് ചെയ്യുന്ന മിറേഴ്സാണ്. ഈ ഡോർ വൈസ് അതെല്ലാം കസ്റ്റമർ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ A പില്ലർ തൊട്ട് C പില്ലർ വരെ ഒരു ഗ്രേ ഫിനിഷിങ് കൂടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ റൂഫ് റെയിലും സ്റ്റോക്ക് തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ കീലെസ് എൻട്രി ആവുന്നുണ്ട്, മിഡ് ഓപ്ഷൻ തന്നെ കീലെസ് എൻട്രിയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രേറ്റൻ്റെ ബാക്കോട്ട് വരുമ്പം നമുക്ക് ബ്രേക്ക് ലൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 പോർഷനായിട്ടാണ് ബ്രേക്ക് ലൈറ്റ് വരുന്നത്. ഇത് ഫുള്ളി LED ആണ്. അപ്പോൾ നൈറ്റ് നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. അത് തന്നെ ബോട്ടിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഈ ബ്രേക്ക് ലൈറ്റിനോട് ചേർന്നിട്ട് ഒരു ബ്ലാക്ക് ലൈനും പോകുന്നുണ്ട്. അതിൽ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ പോർഷനും വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അത് ഈ മോഡലോട്ടാണ് സ്റ്റാർട്ടിങ്, S മോഡലോട്ട്, അതായത് മിഡ് ഓപ്ഷൻ മുതൽ റിവേഴ്സ് ക്യാമറയും അവൈലബിൾ ആണ്. പിന്നെ റിവേഴ്സ് സെൻസറും വരുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ നോംസിൻ്റെ ഭാഗമായിട്ട് റിവേഴ്സ് സെൻസർ എല്ലാ വണ്ടിക്കും മസ്റ്റാണ്. അത് തന്നെ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഇൻസൈഡ് വരുന്നുണ്ട്, അത് സ്പോയിലർ നോക്കുന്നത് ബ്ലാക്ക് ഇൻസൈഡ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡീഫോഗറും ഉണ്ട്. അത് ഈ ഓപ്ഷൻ മാത്രം സ്റ്റാർട്ടിങ്ങിലെ ഇതാണ് ഈ ഡീഫോഗറും വൈപ്പറെല്ലാം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്രേറ്റേൻ്റെ ബൂട്ട് സ്പേസ് വരുമ്പോൾ 433 ലിറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഫാമിലി ആയിട്ട് ലോങ് ട്രിപ്പെല്ലാം അടിക്കാൻ ഈ സ്പേസ് ഇനഫാന്ന് തന്നെ പറയാൻ കഴിയും. അത്ര നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബൂട്ടിൽ തന്നെ നമുക്ക് ഒരു ലൈറ്റും അതുപോലെ തന്നെ ഒരു ഹുക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പാർസൽ ട്രേ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്പെയർ വീൽ വരുമ്പോൾ സെയിം സൈസാണ് വരുന്നത്, അതായത് 205/65 R16 തന്നെ വരുന്നത്, അതും സ്റ്റീൽ വീലാണ്. അതേപോലെ തന്നെ നമുക്ക് ക്രേറ്റേൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം നമുക്ക് സ്റ്റിയറിംഗ് 1 വേ അഡ്ജസ്റ്റബിളാണ് വരുന്നത്, ടിൽറ്റ് ഉണ്ട്, ടെലിസ്കോപ്പിക് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ വരുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന സ്റ്റിയറിംഗ് വീലാണെന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് തന്നെ എല്ലാ കൺട്രോൾസും അവൈലബിൾ ആണ്. ട്രാക്ക് മാറ്റുന്നതാണെങ്കിലും കോൾ എടുക്കുന്നതാണെങ്കിലും എല്ലാ കൺട്രോൾസും നമുക്ക് സ്റ്റിയറിംഗ് തന്നെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ മോഡൽ വരുമ്പം ക്രൂസ് കൺട്രോളും അവൈലബിൾ ആണ്. ഇതിൻ്റെ താഴത്തെ മോഡലൊന്നുമില്ല, ഈ മോഡലും അതിന് മുകളിലത്തെ മോഡലും ക്രൂസ് കൺട്രോളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പവർ വിൻഡോയുടെ കാര്യം വരുമ്പോൾ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോൾഡിംഗ് ഇല്ല, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ നമുക്ക് AC കാര്യം നോക്കുമ്പം നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കൂളിംഗ് ഒരു AC ആണ്. അതിൻ്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിലാവും. അത് തന്നെ നമുക്ക് ഇവിടെ വരുമ്പം നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ 12 വോട്ടിൻ്റെ ഒരു ചാർജറും വരുന്നുണ്ട്. പിന്നെ 2 ഫാസ്റ്റ് ചാർജറിൻ്റെ ഒരു ഓപ്ഷനും കൂടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റയറിൽ AC വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്, ഹാൻഡ് റെസ്റ്റ് പ്ലസ് ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അത് തന്നെ ഡോർ പോക്കറ്റ്സ് എല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എന്ന് പറയാൻ കഴിയും. കാരണം വെച്ചാൽ അത്യാവശ്യം വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലും വെക്കാവുന്ന സ്റ്റോറേജ് സ്പേസ് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം ഒരു മോശമില്ലാത്ത സ്പേസ് എന്ന് പറയാമെങ്കിലും വലിയൊരു സ്പേസ് ഒന്നുമില്ല. പിന്നെ ഇന്റീരിയർ വരുമ്പോൾ നമുക്ക് ഡുവൽ കളറാണ് വരുന്നത് ഈ മോഡലിൽ വരുമ്പോൾ. പിന്നെ ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അത് തന്നെ ലൈറ്റ് റീഡിംഗ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിലും സെൻട്രലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല നൈറ്റെല്ലാം നല്ല വിസിബിലിറ്റി കിട്ടാൻ സഹായിക്കുന്നതായിരിക്കും. അതിൽ തന്നെ നമുക്ക് ഈ മോഡലിൻ്റെ ഗിയർ ബോക്സ്, ഇത് മാനുവലാണ് വണ്ടി വരുന്നത്, 6 സ്പീഡ് ഗിയർ ബോക്സ് ഇല്ല, മാനുവലാണ് വരുന്നത്. പിന്നെ അതിൽ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്, ഫുള്ളി ടച്ച് സ്ക്രീനാണ്. അത് തന്നെ ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും അവൈലബിൾ ആണ്. പിന്നെ ഈ വോളിയത്തിൻ്റെയും ഇതെല്ലാം ഫിസിക്കൽ ബട്ടൺ കൊടുത്തു, അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്, ഡെയിലി യൂസിന് കുറച്ചുകൂടി ഫിസിക്കൽ ബട്ടണാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് മീറ്റേഴ്സിൻ്റെ കാര്യം വരുവാണെങ്കിൽ നമുക്ക് ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും അനലോഗാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ മീറ്ററും
പിന്നെ എഞ്ചിൻ ഹീറ്റിൻ്റെ വാണിംഗ് കാണിക്കുന്നത് അത് രണ്ടും അൺലോക്കാണ് വരുന്നത്. നടുക്ക് നമുക്കൊരു മൾട്ടി ഫംഗ്ഷണൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം ഫ്യൂൽ റേഞ്ചും കാര്യങ്ങളും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഇൻഫർമേഷൻ എല്ലാം അതിൽ തന്നെ കൊടുക്കാൻ സാധിക്കും. പിന്നെ അത് തന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് റെയർ AC ഉണ്ട്. അത് തന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഒരു മൊബൈൽ ഹോൾഡറും അവൈലബിൾ ആണ് ബാക്കിൽ തന്നെ. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ, ഒരു മാക്സിമം ഒരു 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ കൊള്ളുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ അത് തന്നെ സൺഷെയ്ഡ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ചൂടുള്ള സമയത്തെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു ഡീമെറിറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല വരുന്നത്. അപ്പോൾ ലോങ് റൈഡ്സ് എല്ലാം അത്ര കംഫർട്ടബിൾ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ സീറ്റെല്ലാം നല്ല കംഫർട്ടബിൾ ആണ്, അത്യാവശ്യം തൈ സപ്പോർട്ടും എല്ലാം കാര്യങ്ങളും ഉള്ള സീറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നതാണെങ്കിൽ നമുക്ക് ഈ S മോഡലിന് വരുമ്പം ഒരു 16 ലക്ഷം ആ റേഞ്ചാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ കളർ നോക്കുമ്പോൾ നമുക്ക് പോളാർ വൈറ്റ് എന്ന ഈ കളറിൻ്റെ പേര്. ഏകദേശം ഒരു 8-9 കളേഴ്സിൽ ക്രേറ്റ അവൈലബിൾ ആണ്. ഡ്യുവൽ ടോണും കാര്യങ്ങളുള്ള മോഡൽസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് മൈലേജ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം കസ്റ്റമർ പറഞ്ഞത് ഒരു 10-നും 15-നും ഇടയിലായിട്ട് മൈലേജ് ഇടുന്നതാണ്. പിന്നെ മൈലേജ് എല്ലാം നിങ്ങൾ ഓടിക്കാൻ ഡിപ്പെൻസ് ആണ്. അപ്പോൾ എനിക്ക് പറയാൻ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നോക്കുമ്പോൾ വേർത്തായ ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം ബെസ്റ്റ് സെല്ലിംഗ് ആണ്. ഈ സെഗ്മെൻറ്റിൽ നോക്കുമ്പോൾ നല്ലോണം സെയിലാവുന്നൊരു മോഡലാണ്. നമുക്കറിയാം ഹുണ്ടായിൻ്റെ സർവീസും എല്ലാം കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല സർവീസും ഫീഡ്ബാക്കെല്ലാം ആണ്. അപ്പം ബാക്കിയെല്ലാം നിങ്ങളൊരു തീരുമാനം പോലെയാണ്, കാരണം നിങ്ങൾ മുടക്കുന്ന പൈസയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം വീൽസ് ഫോർ ലൈഫിൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി.